പലപ്പോഴും നമ്മൾ വിമാനയാത്രയ്ക്ക് വേണ്ടി എയർപോർട്ടുകളിലെത്തുമ്പോൾ അവിടെ നടക്കുന്ന കസ്റ്റംസ് ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കിങ്ങും എല്ലാം നമുക്ക് ഒരുപാട് അലോസരപ്പെടുത്താറുണ്ട്. പക്ഷേ മാക്സിമം എല്ലാവരും അവരോട് സഹകരിച്ച് നിൽക്കുകയാണ് പതിവ്. കാരണം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സമാധാനത്തോടെ സുരക്ഷിതമായി ആ പ്ലെയിനിൽ യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ എയർപോർട്ടിൽ വെച്ച് പ്രത്യേകിച്ചും ഫാമിലി എല്ലാം ഉള്ള സമയത്ത് ഒരുപാട് ഷോ കാണിക്കാൻ വേണ്ടി വിമാനത്തിൽ ബോംബുണ്ടെന്ന വ്യാജ ഭീഷണി മുഴക്കിയ യാത്രക്കാരൻ അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് നെടുമ്പാശ്ശേരിയിൽ അറസ്റ്റിലായത്. ലഗേജിൽ ബോംബുണ്ടെന്ന് താൻ തമാശ പറഞ്ഞതാണെന്നായിരുന്നു ഇയാളുടെ വിശദീകരണം. വ്യാജ ഭീഷണിയെ തുടർന്ന് 2 മണിക്കൂറിലധികമാണ് വിമാനം വൈകിയത്. എന്തെങ്കിലും ഒരു ഷോ കാണിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് കൂടെയുള്ള യാത്രികർക്കും അതുപോലുള്ള എയർപോർട്ട് ജീവനക്കാർക്കും എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് അവിടെ നേരിടേണ്ടി വരുന്നതെന്ന് ദയവായിട്ട് എല്ലാവരും ചിന്തിക്കണം. കാരണം എയർപോർട്ടിലും പ്ലെയിനിലും വെച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളിൽ ഒന്നാണ് ബോംബ്. ബോംബ് എന്ന് തമാശക്ക് പോലും ഒരിക്കലും പരസ്പരം പറയുവാൻ പാടില്ല. എയർപോർട്ടും അതിനോടനുബന്ധിച്ച യാത്രകളിലും പ്ലെയിനിനകത്തും അതുപോലെ തന്നെ അതീവ സുരക്ഷിത മേഖലയിലും പല ഫാക്ടറികൾക്കുള്ളിലും ബോംബ് ബ്ലാസ്റ്റിംഗ് എന്ന കുറേ വാക്കുകൾ പരസ്യമായിട്ട് മറ്റുള്ളവർ കേൾക്കെ പറയാൻ പാടില്ല എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരുപാട് ഉയർന്ന ജോലി ഉണ്ടായിട്ട് കാര്യമില്ല. ഓരോ സാഹചര്യത്തിലും പല കാര്യങ്ങളും നമ്മൾ സഹിച്ച് നിൽക്കേണ്ടി വരും. നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ കസ്റ്റംസിനോട് ഒരു പരിധിവരെ നമുക്ക് സംസാരിച്ച് നിൽക്കാം. പക്ഷേ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സുരക്ഷയും ബോഡി ചെക്കപ്പ് അതുപോലെ ലഗേജ് ചെക്കിങ്ങും ഹാൻഡ് ബാഗ് ചെക്കിങ്ങും എല്ലാം ചെയ്യുന്ന ആളുകളുമായി മാക്സിമം നമ്മൾ സഹകരിച്ച് നിൽക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.